നമ്മുടെ ചാനലിൻ്റെ സുഭാഷിത ചാനലിൻ്റെ അടിസ്ഥാനപരമായ മേഖലകൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, ഇന്ത്യൻ ആത്മീയത അല്ലെങ്കിൽ ഇന്ത്യൻ തത്വശാസ്ത്രങ്ങൾ, ഭാരതീയ തത്വചിന്തകൾ, അതുപോലെ തന്നെ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പിന്നെ പൊളിറ്റിക്സ് പറയും, രാഷ്ട്രീയ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും സമകാലിക കാര്യങ്ങളും നമ്മൾ പറയും. കാരണം അത് പറയാതെ നമുക്ക് മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ചാനലല്ല. അപ്പോൾ ഇതിനകത്ത് ആത്മീയ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായ കാര്യങ്ങൾ, ഭാരതീയ തത്വചിന്തകൾ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമാണ് സനാതനധർമ്മം. ഇത് പറയുന്നതിനും ഇത് പ്രചരിപ്പിക്കുന്നതിനും ഇതിലെ നന്മ തിന്മകളെ ഏറ്റവും കൂടുതൽ ആളുകൾ എതിർക്കപ്പെടുകയും അല്ലെങ്കിൽ ഇതിനെ ഒരു സൈഡാക്കി അശ്ലീലമാണെന്ന്, സനാതനധർമ്മം അശ്ലീലമാണെന്ന് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും, ഇത് അശ്ലീലമാണെന്ന് ഗോവിന്ദൻ മാഷും, ഇത് വളരെ മോശപ്പെട്ടതാണെന്ന് ശ്യാംകുമാറിനെ പോലുള്ള ആളുകളും സണ്ണി പൈക്കാടും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറയുമ്പോൾ ഇതെന്താണ് എന്ന് പഠിക്കുക, അന്വേഷിക്കുക, പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ തോട്ട്സ് എന്നൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ സംവിധാനം, അത് വലിയ ഒരു പ്രസ്ഥാനമല്ല എന്നാലും അങ്ങനെ ഒരു സംവിധാനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. എന്താണ് ആത്മീയത അല്ലെങ്കിൽ സനാതനധർമ്മം എന്നതിൻ്റെ വിവിധ വശങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സംഘടനയിലൂടെയും സംവിധാനത്തിലൂടെയും നമ്മുടെ ചാനലിലൂടെയും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ തോട്ട്സിൻ്റെ ഫൗണ്ടറും ചെയർമാനും ഡയറക്ടറും, അതായത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ എന്നുള്ള നിലയിൽ ഞാൻ അത്തരം ചില വീഡിയോസ് കൂടി അവതരിപ്പിക്കും. ഇതിൽ എത്ര റീച്ച് കിട്ടുമോ, എത്ര ആളുകൾ കാണുമോ എന്നുള്ളതല്ല, എല്ലാവരും കാണണം, എല്ലാവരും അറിയണം എന്നുള്ളതാണ്. ആദ്യമായി ഒരു ചോദ്യം പറയട്ടെ. എപ്പോഴാണ് ഇന്ത്യയിൽ ആത്മീയത എന്നൊരു ചിന്ത വേണോ എന്ന് ആരംഭിച്ചത്? വനാന്തരങ്ങളിലായിരുന്നു മനുഷ്യർ താമസിച്ചിരുന്നത്. നല്ലൊരു വിഭാഗം ജനങ്ങളും ആഫ്രിക്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും, അന്ന് രാജ്യങ്ങളെന്ന് പറയുന്ന സങ്കല്പമില്ലാതിരുന്ന എല്ലായിടവും കാടായിരുന്ന സമയത്ത്, മഹാഭൂരിപക്ഷം പ്രദേശവും കാടായിരുന്നപ്പോൾ ആഫ്രിക്കൻ കാടുകളിൽ നിന്നാണ് പല വംശങ്ങളും മറ്റ് സ്ഥലത്തേക്ക് പോയി താമസിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ശാസ്ത്രം പറയുന്ന ഒരു വഴി. എന്നാൽ ആഫ്രിക്കൻ ആളുകൾ പോകുമ്പോൾ നൊബഡുകൾ എന്നുള്ള നൊമാഡ്സ്, അതായത് ഈ സഞ്ചാരകർ എന്നുള്ള നിലയിൽ പോകുമ്പോൾ അവിടെ തന്നെ ക്രിയേറ്റീവായുള്ള ഇൻസെന്റീവായിട്ടുള്ള അല്ലെ അവിടെ തന്നെ ഉള്ള കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ള വാദമുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും കാട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യർക്ക് രണ്ട് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭൂമിശാസ്ത്രപരമായും അങ്ങനെ തന്നെയാണല്ലോ. ഒന്നാമത് എന്തെങ്കിലും കാട്ടുകായികനികൾ കഴിക്കുക, കിടന്നുറങ്ങുക, കാട്ടരുവിയിലെ വെള്ളം കുടിക്കുക. എന്നാൽ സന്താനോത്പാദനം കൂടിയപ്പോൾ സ്വാഭാവികമായി വിഭവങ്ങൾക്ക് കുറവ് വരികയോ ഉള്ള വിഭവങ്ങൾ കഴിക്കാൻ കഴിയാതെ വരികയോ ഒക്കെ വരുമ്പോൾ അവർ സഞ്ചാരികളാകാം. അങ്ങനെ മനുഷ്യർ ആദ്യമായി സഞ്ചാരികളായ നാൾ മുതൽ അവൻ്റെ ചിന്തയും അവൻ്റെ നിരീക്ഷണ പാഠവും ഒക്കെ ഉയർന്നു. അങ്ങനെ അവൻ നടന്ന് കാട്ടിൽ നിന്ന് പുറത്തു വരുന്നു, അടുത്ത കാടുകളിലേക്ക് പോകുന്നു. അവിടെ വന്യമൃഗങ്ങളുടെയും ഞാൻ ഈ പറഞ്ഞ സംവിധാനങ്ങളുടെയൊക്കെ കുറവുള്ളത് കൊണ്ട് വീണ്ടും സഞ്ചരിച്ച് അവൻ നദീതീരങ്ങളിൽ എത്തുന്നു. അവൻ കാട്ടിൽ നിന്ന് പുറത്തു വരുന്നു. നദീതീരങ്ങൾ സംസ്കാരങ്ങളുടെ ഈറ്റില്ലമാകുന്നു. കാട് മുതൽ കാട്ടിൽ തുടങ്ങി കാട്ടുതീയിൽ തുടങ്ങി കമ്പ്യൂട്ടർ വരെ എത്തുന്ന ആണവറിയാക്ടറിലേക്ക് എത്തുന്ന കണ്ടുപിടുത്തത്തിലേക്ക് മാനവരാശി ഒരു വശത്ത് സഞ്ചരിച്ചു. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതേ സമയത്ത് തന്നെ കാട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യർ, വനാന്തരങ്ങളിലും ഗുഹകളിലും താമസിച്ചിരുന്ന മനുഷ്യർക്ക് ചിന്താശക്തി ഉണ്ടായപ്പോൾ അവർ ആലോചിച്ച 2-3 കാര്യങ്ങളുണ്ട്. എന്ന് പറയുന്നത് ഞാൻ ആരാണ്? ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണോ, എൻ്റെ കൈയാണോ, കാലാണോ, കണ്ണാണോ, തലയാണോ, തലച്ചോറാണോ? ഞാൻ ആരാണ് എന്ന അന്വേഷണത്തിൽ നിന്നാണ് ഞാൻ കേവലം ശരീരമല്ല, ഇനി ശരീരമാണെങ്കിലും അത് പഞ്ചഭൂത നിർമ്മിതവും അതുപോലെ തന്നെ വെള്ളം, കാറ്റ്, വായു, മണ്ണ്, ആകാശം, ഭൂമി തുടങ്ങി ഒരുപാട്, അഗ്നി എന്നൊക്കെ പറയുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്നും ഞാൻ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് എന്നൊക്കെ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം അനുഭവവേദ്യമാകുന്നതെന്നും ആ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ഞാൻ എന്ന സങ്കല്പത്തെ വികസിപ്പിച്ചെടുക്കാൻ ഉള്ളൊരു ശ്രമം നടന്നു. അപ്പോൾ ഞാൻ ശരീരം മാത്രമല്ല എന്ന് വരുന്നു. ഇനി ശരീരമാണെങ്കിലും അത് പ്രപഞ്ചത്തിൻ്റെ പഞ്ചഭൂതങ്ങളുടെ ഭാഗമാണ് എന്നും ഒരു തിരിച്ചറിവിലേക്ക് വരുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് ഞാൻ ശരീരം മാത്രമല്ല എന്നറിയുന്നു, എനിക്ക് മനസ്സുണ്ടെന്നറിയുന്നു. മനസ്സുണ്ടെന്നറിഞ്ഞിട്ടും അന്വേഷണ ത്വര അവിടെയും നിന്നില്ല. അടുത്ത് ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണം നടക്കുന്നു. അവിടെയാണ് ജീവന്റെ സങ്കല്പം വരുന്നത്, ജീവന്റെ ഒരു കാര്യം വരുന്നത്. വേലായുധൻ ചത്തുപോയി അല്ലെങ്കിൽ മരിച്ചുപോയി. വേലായുധൻ മരിച്ചുപോയപ്പോൾ വേലായുധന്റെ ബോഡി അവിടെയുണ്ട്. പിന്നെ കിടക്കുന്ന ബോഡി ഡെഡ് ബോഡിയാണ്. എന്തുകൊണ്ട്? അതിൽ ഹാർട്ടിന് പ്രശ്നം വന്നാണ് മരിച്ചതെങ്കിൽ കൃത്രിമ ഹാർട്ട് വച്ചാൽ പോരെ. പക്ഷെ ജീവൻ ഉണ്ടായിരുന്നപ്പോൾ വയ്ക്കണമായിരുന്നു. ജീവൻ ഉണ്ടായിരുന്നപ്പോൾ വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടോ വച്ചിട്ട് കറക്റ്റ് ആവാത്തത്, ശാസ്ത്രമനുസരിച്ച് കറക്റ്റ്, മെഡിക്കൽ സയൻസ് അനുസരിച്ച് കറക്റ്റ് ആവാത്തത് കൊണ്ടായിരിക്കാം
ഹാർട്ട് അറ്റാക്ക് വന്ന് ആര് മരിച്ചത്? ഈ വേലായുധൻ മരിച്ചത്. എന്നാൽ വേലായുധന് കൃത്രിമ ശ്വാസവും കൊടുത്ത് ഹാർട്ട് മാറ്റിവെച്ച് വേലായുധന് ജീവിപ്പിക്കാൻ കഴിയില്ലേ? കഴിയില്ല. എന്നാൽ വേലായുധൻ വെറും ശരീരം മാത്രമല്ല. അങ്ങനെയാണ് അടുത്ത സിദ്ധാന്തത്തിലേക്ക് കയറിപ്പോയി ജീവൻ എന്നുള്ള സിദ്ധാന്തത്തിലേക്ക് കയറുന്നു. ജീവൻ എന്നുള്ള സിദ്ധാന്തത്തിലേക്ക് കയറി അപ്പോൾ ശരീരമായി, മനസ്സായി, ജീവനായി. ജീവൻ എന്ന സിദ്ധാന്തത്തിലേക്കും ആളുകളുടെ അന്വേഷണം പോയപ്പോഴും ഋഷീശ്വരന്മാരും ഗുരുക്കന്മാർക്കും ആചാര്യന്മാർക്കും തൃപ്തി വന്നില്ല. ഇതും അല്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ, നേതി അറിഞ്ഞതല്ല ഇനിയും അറിയണമെന്ന് പറഞ്ഞ് അടുത്ത തലത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു ചിന്ത വരുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഞാനെങ്കിൽ, പഞ്ചേന്ദ്രിയത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളുമെങ്കിൽ, എന്നാൽ എന്താണ് ഇതിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ഇതിന്റെ സ്പിരിറ്റ്, ഇതിന്റെ കോർ പോയിന്റ് എന്താണ്? അങ്ങനെയാണ് ആത്മാവ് എന്നൊരു സങ്കല്പത്തിലേക്ക്, ഒരു രീതിയിലേക്ക് വരുന്നത്. അതൊരു സ്വത്വബോധമാണെന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനയാണെന്നും ഒരു പുണ്യമായിട്ടുള്ള, നന്മയുള്ള, അല്ലെങ്കിൽ അത് പ്രത്യേക രൂപമില്ലാത്ത, കാലമില്ലാത്ത, ഭാവങ്ങളില്ലാത്ത ഒരു സ്വത്വബോധമാണ് ആത്മാവ് എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുന്നു. അങ്ങനെയാണ് ആത്മീയതയുടെ തുടക്കം. ആത്മീയത എന്ന പദാവലി തന്നെ ഉണ്ടാകുന്നത് ആത്മാവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, സ്പിരിറ്റുമായി. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ജീവനെയും ത്രസിപ്പിക്കുന്ന, ജ്വലിപ്പിക്കുന്ന, ഛേദിപ്പിക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഊർജം എന്താണ്? ആ ഊർജം നമ്മൾ വയറുകൾ കണക്ട് ചെയ്ത് സ്വിച്ച് ഇടുമ്പോൾ ഫാന് കറങ്ങുന്നു, ട്യൂബ് കത്തുന്നു, പല കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതിനകത്തൂടി പോകുന്ന ഊർജം എന്താണ്? നമ്മൾ അനുഭവിച്ചറിയാനേ കഴിയൂ, നമ്മൾക്കാർക്കും അത് കണ്ടറിയാൻ കഴിയില്ല. ഒരു വയർ പിരുത്ത് നോക്കി കട്ട് ചെയ്തിട്ടിട്ട് അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്, ഇപ്പോൾ നാം ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് അതിനകത്ത് കമ്പികൾ വലിച്ചു കെട്ടിയിരിക്കുമ്പോൾ ശരിക്കും ആ കമ്പിയിൽ കൂടി ഊർജം പോകുന്നുണ്ട്, ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല. പിടിച്ചാൽ കറണ്ട് അടിക്കും, അതങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ കാണാൻ കഴിയാത്ത നാണയങ്ങൾ, അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, രുചിച്ചറിയാൻ പറ്റിയ കാര്യങ്ങൾ, സ്പർശിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മനുഷ്യ വികാരങ്ങൾ ഒരിക്കലും നമുക്ക് കണ്ടറിയാൻ പറ്റില്ല, അനുഭവിച്ചറിയാനേ പറ്റും. ഒരാളെ സ്നേഹിക്കുന്നു, എങ്ങനെയാണ് കണ്ടറിയുന്നത്? നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, അത് ഭൗതികമായിട്ട്. അല്ലാതെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയാണോ, ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ, ഭൗതിക വസ്തുക്കളൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയാണോ എന്ന് അറിയണമെങ്കിൽ അത് മറ്റാളിന് ഫീൽ ചെയ്യണം. അപ്പോൾ അനുഭവങ്ങളിലൂടെ ഒക്കെയാണ് ഈ ആത്മീയ ചിന്തകൾ ഇങ്ങനെ വളരുന്നത്. അതൊരു ശാഖയായി തന്നെ ഭാരതത്തിൽ വളർന്നു. സൃഷ്ടിയുടെ സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും കാഴ്ചപ്പാട് രൂപപ്പെട്ടു. അങ്ങനെ കുറെ അധികം കാഴ്ചപ്പാട് രൂപപ്പെട്ടപ്പോഴാണ് ആത്മീയതയുടെ ചിന്താമണ്ഡലം കൂടി ഭാരതത്തിൽ രൂപപ്പെടുന്നത്. ഇത് ലോകത്ത് ഒരിടത്തും രൂപപ്പെട്ടതല്ല. അതിനുശേഷമാണ് പിന്നെ മറ്റു രാജ്യം, കാരണം 5000-ഓളം 6000-ഓളം 7000-ഓളം വർഷം പഴക്കമുണ്ട്. 2000 ക്രിസ്തുവിന് മുമ്പ് 2000-ഉം പിന്നെ 2000, 4000 വർഷത്തിന് കഥ പറയുവാനേ ക്രിസ്തു മതത്തിനുള്ളൂ. 1500 വർഷത്തെ, പരമാവധി 700 മുതൽ 1500 വർഷത്തെ കഥ പറയാനേ ഇസ്ലാം മതത്തിനുള്ളൂ, അല്ലെങ്കിൽ പിന്നെ മുസ്ലിം മതത്തിനുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് 5000 വർഷങ്ങൾക്ക് മുമ്പ്, 6000, 7000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചിന്ത ഭാരതത്തിൽ നിന്നാണ് ഉടലെടുത്തത്. ഭാരതം എന്ന് പറയുമ്പോൾ കേവലം ഇന്ത്യ എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ റീജിയനായി കാണരുത്. അപ്പുറത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ ചേരുന്ന ഒരു അഖണ്ഡമായി കിടന്ന ഒരു ഭൂമിശാസ്ത്ര പ്രദേശം എന്ന് മാത്രം കണ്ടാൽ നമ്മുടെ മനസ്സ് വിശാലമാകും. അല്ല ഭാരതം കണ്ടുപിടിച്ചു, പാകിസ്ഥാൻകാർ കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ ഇസ്ലാം അപ്പുറത്തിരിക്കുന്നവരെല്ലാം കൊള്ളാം, അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. ഇറാനും ഇറാഖും സൗദി അറേബ്യൻ രാജ്യങ്ങളും ഒക്കെ, ഒരുപാട് രാജ്യങ്ങളും ഒക്കെ ഭാരതത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ആ ഭൂമിശാസ്ത്ര പ്രദേശത്ത് ഋഷീശ്വരന്മാർ ഇങ്ങനെ ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ച ചിന്തയിൽ നിന്ന് ആത്മീയ ചിന്ത വരുന്നു. ഭൗതിക ജീവിതത്തോടൊപ്പം ആത്മീയ ചിന്തയും കടന്നു വരുന്നു. ഇനി അടുത്ത് നമുക്ക് വീഡിയോകൾ നോക്കാവുന്നത് ആത്മീയത എന്ന് ആരംഭിക്കും. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. ഒരു ഉദ്ഘാടന പരിപാടിയിലാണ് കണ്ടത്. ആ പരിപാടിയുടെ വീഡിയോ ആണ്. അതിൽ വളരെ പ്രമുഖനായ ഒരു സ്വാമി, ഒരു ആശ്രമത്തിലെ സ്വാമി, പേര് ഞാൻ പറയുന്നില്ല, പറയുന്നു, എവിടെയാണോ ഭൗതികത അവസാനിക്കുന്നത് അവിടെ നിന്ന് ആത്മീയത ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും അങ്ങനല്ല ഇന്ത്യൻ സനാതന ധർമ്മത്തിൽ കിടക്കുന്നത്. ആത്മീയത ആരംഭിക്കുന്നത് എവിടെ നിന്ന്, അവസാനിക്കുന്നത് എവിടെ നിന്ന്? ഭൗതികത ആരംഭിക്കുന്നത് എവിടെ നിന്ന്, അവസാനിക്കുന്നത് എപ്പോൾ? ഇനി അവസാനമുണ്ടോ ഇത് രണ്ടിനും എന്നുള്ള കാര്യങ്ങൾ തുടർ വീഡിയോകളിൽ നമുക്ക് കാണാം.